നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പുരാതന കാലം തൊട്ടേ നമ്മൾ കേട്ടിരുന്ന കാര്യമാണ് ഈ ബ്ലൂ ഗോഡ്സ് അഥവാ നീല നിറത്തിലുള്ള ദൈവങ്ങൾ. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഹായ്, ഐ ആം ഭരത്. വെൽക്കം ടു മൈ കോൺസ്പിറസി സീരീസ് ഡേ 1 പാർട്ട് 1. അപ്പോൾ ഇന്ത്യയിലെ ബ്ലൂ ഗോഡ്സ് എന്നറിയപ്പെടുന്ന രണ്ടുപേരാണ് ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ മഹാവിഷ്ണു. ഇവരുടെ ഈ നീല നിറം സൂചിപ്പിക്കുന്നത് ഇൻഫിനിറ്റി, സ്കൈ, ഓഷ്യൻ, അതുപോലെ ഈ ഡിവൈൻ നേച്ചർ എന്നതിനൊക്കെ കുറിച്ചാണ്. പക്ഷേ ഒരു കൂട്ടം കോൺസ്പിറസി തിയറിസ്റ്റ് ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആ നീല നിറം വെറും ഒരു പ്രതീകമല്ലെങ്കിലോ? അതിന് വേറെ എന്തെങ്കിലും അർത്ഥം, എനിത്തിങ്? ഇവരിങ്ങനെ വെറുതെ ചോദിക്കുന്നതല്ല, ഈ പഴംപുരാണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇവിടെ ഈ ചോദ്യം. ഇന്ത്യയിൽ മാത്രമല്ല, ജപ്പാൻ, അതുപോലെ ചൈന, നോർത്തേൺ USA, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ ഈ പഴയ സംസ്കാരങ്ങളിലൊക്കെ ഈ അമാനുഷിക ജീവികളെക്കുറിച്ചും ചില ദൈവങ്ങളെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ? കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ചൈനയിൽ ഈ ഗോഡായിട്ടല്ല ഈ ബ്ലൂ ഗോഡ്സിനെ കാണുന്നത്, അവരെന്തോ നൈറ്റോ അങ്ങനെ എന്തോ ആണ് കാണുന്നത്. അപ്പോൾ ഉള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തുള്ള പല ഭാഗത്ത് നിന്നിട്ടുള്ള ആൾക്കാർ കണ്ടത് ഒരേ തരത്തിലുള്ള ജീവികളെയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവരുടെ ഈ തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു ടെക്നോളജൈസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽസ് നമ്മളെ ഭൂമിയിൽ വന്നിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ആൾക്കാർ അവരൊരു ദൈവതുല്യരായി കാണുകയും അങ്ങനെയാണ് പിന്നീട് അതൊരു ഗോഡായി മാറിയത്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു തിയറീൻ്റെ ബേസ്. ഈ പുരാതന ഗ്രന്ഥങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറക്കുന്ന വാഹനങ്ങൾ, അതുപോലെ അൺകോമൺ ആയിട്ടുള്ള പവേഴ്സ്, അതുപോലെ ഓവർ പവേർഡ് ആയിട്ടുള്ള ആയുധങ്ങൾ എന്നുള്ളതൊക്കെ. ഇത് ഒരൊറ്റ ഗ്രന്ഥത്തിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് പറയാം, അവർ വെറുതെ പറയുന്നതായിരിക്കും നമുക്ക് പറയാം. പക്ഷേ ഇത് പല ഗ്രന്ഥങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. പക്ഷേ ഈ തിയറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു പ്രൂഫോ അല്ലെങ്കിൽ സയന്റിഫിക് തെളിവോ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം എന്തായിരിക്കും? ഈ ബ്ലൂ ഗോഡ്സ് ദൈവപ്രതീകമായിരിക്കുമോ, അല്ലെങ്കിൽ ഇന്നും മനുഷ്യ ചരിത്രത്തിൽ നമുക്കിതുവരെ മനസ്സിലാവാത്ത മറ്റെന്തെങ്കിലും രഹസ്യത്തിൻ്റെ കൂടെ സൂചനയായിരിക്കുമോ? ബ്ലൂ ഗോഡ്സിനെ കുറിച്ച് പറയുന്ന ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ഈ ബ്ലൂ ഗോഡ്സ് എങ്ങനെ വന്നു, ആരൊക്കെ വന്നു, എന്തിനു വന്നു, എപ്പോൾ വന്നു, എവിടുന്ന് വന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിടുന്ന കോണ്ടൻ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ. നമ്മൾ ഡെയിലി ഇടുന്നതായിരിക്കും ഇങ്ങനത്തെ ഓരോരോ കോൺസ്പിറസി തിയറികളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു തലത്തിൽ മാത്രമല്ല, കോൺസ്പിറസി എവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ കോൺസ്പിറസി ഉണ്ടാക്കിയിട്ട് എൻ്റെ സ്വന്തം കോൺസ്പിറസി വരെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ ഫോർ നൗ ആൻഡ് സീ യു ടുമോറോ.